നിങ്ങളെല്ലാവരെയും മുഖത്ത് നല്ലൊരു മ്ലേച്ഛ ഭാവം ഞാൻ കാണുന്നുണ്ട്. ലുക്ക് ചെറുതായിട്ടൊന്ന് മാറ്റി പിടിക്കാൻ നോക്കിയതാണ്. ഇന്ന് തിയേറ്ററിൽ പോയപ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻറ്റിനെ അവിടെ വെച്ച് കണ്ടു. അവൻ എൻ്റെ മുഖത്ത് നോക്കി പറയാതെ പറഞ്ഞു, നല്ല ഓഞ്ഞ ലുക്കായിട്ടുണ്ട് സാറേ എന്നുള്ളത്. വെൽക്കം ബാക്ക് ടു ജോട്ട് SPK. മെയ് 14 എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമാണ്. കാരണം ഇന്ന് എൻ്റെ മമ്മിയുടെ ബർത്ത്ഡേ ആണ്. സോ മമ്മിക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് തുടങ്ങുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ അതിരടിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. വിനീത് ശ്രീനിവാസൻ, ടൊവിനോ തോമസ് ആൻഡ് ബേസിൽ ജോസഫ്, ഈ 3 പേരുള്ള ഒരു സിനിമ എന്ന രീതിയിൽ അത്യാവശ്യം നല്ല ഹൈപ്പ് ഉണ്ടായിരുന്ന ഒരു സിനിമയാണ് അതിരടി. അപ്പോൾ അതിരടി കണ്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോവാണ്. ഫസ്റ്റ്, അതായത് ഈ സിനിമ തുടങ്ങി ഒരു മുക്കാൽ മണിക്കൂർ നേരം ഏകദേശം ഈ ഒരു ഭാവത്തോടു കൂടിയാണ് ഞാൻ ആ പടം കണ്ടുകൊണ്ടിരുന്നത്. കാരണം എനിക്ക് അങ്ങോട്ട് കയറുന്നില്ല ഞാൻ പടത്തിലേക്ക്. പടം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കോമഡി ഉണ്ട്, അത്യാവശ്യം റൊമാൻറ്റിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി ഞാനൊരു തന്തവൈബായതുകൊണ്ടാണോ എനിക്കിത് എൻജോയ് ചെയ്യാൻ പറ്റാത്തതെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഇടവും പോലെയൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് എല്ലാവരുടെ മുഖത്തും ഇതേപോലത്തെ ഒരു ഭാവം തന്നെയാണ് ഞാൻ ആ ഒരു സമയത്ത് കണ്ടത്. അപ്പം എനിക്ക് തോന്നി ഇത് സംഭവം അങ്ങോട്ട് പാളിയോ എന്ന് തോന്നിയൊരു സിറ്റുവേഷൻ ഉണ്ടായി. പക്ഷേ ഇൻ്റർവെല്ലിൻ്റെ ഏകദേശം ഒരു അടുത്തേക്ക് പോകുമ്പം പടം കുറച്ചൊന്ന് ട്രാക്കിലേക്ക് കയറി. പ്രത്യേകിച്ചും അതുവരെ ഉണ്ടായിരുന്ന ബേസിലിൻ്റെയും പിന്നെ നമ്മളുടെ ഡെലൂലി പിന്നെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് പടത്തിൽ മൊത്തം ഒരു മീറ്റർ പിടിച്ചിരിക്കുകയാണ്. പക്ഷേ ബേസിലിൻ്റെ പെർഫോമൻസ്, പിന്നെ ബേസിലിൻ്റെ ഫ്രണ്ട്സായിട്ട് അഭിനയിച്ച 1-2 പേരുടെ പെർഫോമൻസ്, ഇതൊക്കെ കുറച്ച് നല്ല ക്യാച്ചി ആയിട്ട് വരാൻ തുടങ്ങിയത് ഇൻ്റർവെല്ലിനോട് അടുത്ത ഒരു സമയത്താണ്. പിന്നെ ഇൻ്റർവെല്ലിനോട് അടുപ്പിച്ചിട്ടാണ് നമ്മളുടെ ടൊവിനോ ചേട്ടൻ്റെ എൻട്രി. ടൊവിനോ വന്നു. ടൊവിനോട് ആ ഒരു എൻട്രിയും കുറച്ച് കഴിഞ്ഞ് ടൊവിനോയ്ക്ക് ഒരു ബിൽഡപ്പ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇത് കളി മാറി വരുന്നുണ്ട് എന്നുള്ളൊരു ഫീൽ നമുക്ക് കിട്ടും. പക്ഷേ ഇൻ്റർവെല്ല് കഴിയുമ്പോൾ പിന്നെയും ടൊവിനോ ഈ പറയുന്ന പോലെ ടൊവിനോയ്ക്ക് ഇന്ന് ഒരു മാസ് ബിൽഡപ്പ് ഒക്കെ കൊടുത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ ടൊവിനോ ഇങ്ങനെ ഒരു ടൊവിനോയ്ക്ക് ആ ഭാഷ, എനിക്ക് തോന്നുന്നില്ല ഈ ഭാഷ കൈകാര്യം ചെയ്യുന്നതിൽ ടൊവിനോയ്ക്ക് ഒരു കമാൻഡ് ഇതുവരെ കിട്ടിയിട്ടുണ്ട്. കാരണം പുള്ളി ഒരു ഭാഷയും ഒരു സ്റ്റൈലൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ടൊവിനോയായിട്ട് തന്നെ നമുക്ക് ആ ഒരു ക്യാരക്ടറിലും ഫീൽ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നിയൊരു കാര്യം. പിന്നെ ഈ പടത്തിൽ എനിക്ക് കുറച്ച് എൻജോയ്മെൻറ്റ് കൂടുതൽ കിട്ടിയത് ടുവേർഡ്സ് ദ ലാസ്റ്റ് ക്വാർട്ടർ ഓഫ് ദ ഫിലിം വിനീത് ശ്രീനിവാസൻ വരുന്നുണ്ട്. അതിനുശേഷം പടം കുറച്ചും കൂടി ഒരു ഓളത്തിലേക്ക് പോകുന്നുണ്ട്. കാരണം വിനീതിന് ഒരുപാട് ഡയലോഗ്സ് ഒന്നുമില്ല. പക്ഷേ വിനീത് വരുന്നതിന് ശേഷം ഈ പടത്തിൽ കുറേ സിറ്റുവേഷണൽ സാധനങ്ങൾ വരുന്നുണ്ട്. വിനീതിൻ്റെ ഒപ്പം ഒന്നെടുത്ത ഒന്ന് ഫ്രീ എന്ന് പറഞ്ഞ പോലെ ഷാൻ റഹ്മാൻ കയറിയിട്ട് എന്തൊക്കെയൊക്കെയോ കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു കോമ്പിനേഷൻ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യം തിയേറ്ററിൽ നല്ലൊരു ഓളം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. പിന്നെ ഈ സിനിമയിൽ എടുത്തു പറയേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഒരു ക്യാമിയോ ആണ്. ഇതിനോടകം അതിൻ്റെ ആ ഒരു USP ഫാക്ടറൊക്കെ നൈസായിട്ട് പോയിട്ടുണ്ട്. കാരണം ഒരുപാട് പേര് ഇപ്പോൾ ഓൾറെഡി റിവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഞാൻ എൻ്റെ ഒരു ഇത് പ്രകാരം ആ ക്യാമിയോ ആരുടെ ആണെന്നുള്ളത് ഞാൻ പറയുന്നില്ല. പക്ഷേ സമീപ മലയാള സിനിമയിൽ അത്യാവശ്യം നല്ല ഓളമുണ്ടാക്കിയ ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന് തിയേറ്ററിൽ നല്ല കയ്യടിയായിരുന്നു. ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന ഒരു മനുഷ്യനാണ്. അപ്പം നല്ല കയ്യടി ഇനിയും മലയാള സിനിമ ഒരുപാട് പുള്ളിക്കാരന് കൊടുക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഈ സംഭവങ്ങളൊക്കെ കൂടെ ചേർന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഈ സിനിമ. പക്ഷേ ഞാൻ പറയുന്നത് ഈ സിനിമയിലേക്ക് ഒരാൾ എത്തിക്കേറാനുള്ള ആ ഒരു ഡിലേ ഒരു പക്ഷേ ഈ സിനിമയെ ലോങ് റണ്ണിൽ ബാധിച്ചേക്കാൻ സാധ്യതയുണ്ട്. ഹാവിങ് സെഡ് ദാറ്റ്, ദിസ് ഇസ് ഡെഫിനറ്റ്ലി എ ഡീസൻറ്റ് ഫിലിം ടു വാച്ച് ഇൻ തിയേറ്റർ. നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ പോയിട്ട് തിയേറ്ററിൽ അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ഡയലോഗൊക്കെ അടിച്ച് ഒന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് അതിരടി. അപ്പം അതിനപ്പുറത്തേക്ക് ഒരു ടെക്നിക്കൽ അനാലിസിസ് ഒന്നും ഈ സിനിമയെക്കുറിച്ച് ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ദാറ്റ്സ് ഓൾ ഫ്രം ജോട്ട് SPK. ബൈ.